എല്ലാവർക്കും മെലഡി വിത്ത് കുക്കിങ്ങിലേക്ക് സ്വാഗതം. ഹായ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ രാവിലത്തെ ഒരു പലഹാരമാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പം അതിന് മുന്നേ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണമെന്ന് എല്ലാവരോടും പറയുവാണ്. എല്ലാവരും ഒന്ന് കൂട്ടാവണേ. നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ചാനൽ മുന്നോട്ട് പോവുകയുള്ളൂ. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ഞാൻ കുറച്ചൊരു 2 കപ്പ് അരിപ്പൊടി, ഇടിയപ്പപ്പൊടി പോലത്തെ അത്ര നൈസായ പൊടി ചൂടുവെള്ളത്തിൽ ഇച്ചിരി ഉപ്പും ഇട്ട് തിളപ്പിച്ചിട്ട് അത് ഇടിയപ്പത്തിന് കുഴയ്ക്കുന്ന പോലെ നമ്മളിവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊരു കൊഴുക്കട്ടയാണ് നമ്മളിന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഫില്ലിംഗ് ആയിട്ട് വരുന്ന സാധനത്തിനാണ് പ്രത്യേകതയുള്ളത്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇതാണ് താരം. ഇത് നമ്മുടെ മത്തങ്ങയാണ്. മത്തങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് ഒരു ലേശം ഉപ്പിട്ട് ഒന്ന് പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. ഇനി ഇത് ഉടച്ചെടുക്കണം. ഇതിൻ്റെ കൂടെ ചേർക്കാനുള്ള സാധനങ്ങളും നമുക്ക് നോക്കാം. ഇതാണ് നമ്മൾ ഈ കൊഴുക്കട്ടയുടെ ഫില്ലിംഗ് ആയിട്ട് വരുന്നത്. അടിപൊളി ടേസ്റ്റാണ്. വളരെ പോഷകം നിറഞ്ഞ ഒരു കൊഴുക്കട്ട തന്നെയായിരിക്കും ഇത്. അപ്പോൾ ഇതിന് ചേർക്കാനുള്ള സാധനം ബാക്കി എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് തേങ്ങ തിരുമ്മി വെച്ചിട്ടുണ്ട്, മത്തങ്ങയുടെ കൂടെ ചേർക്കാനാണ്. അതുപോലെ തന്നെ കുറച്ച് ശർക്കര ഇവിടെ ചീകി വെച്ചിട്ടുണ്ട്. പിന്നെ 1-2 ഏലക്ക, ഇച്ചിരി നല്ല ജീരകവും അല്പം പഞ്ചസാരയിട്ടൊന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഇതിൻ്റെ മെയിനായിട്ട് വേറൊരു കാര്യം വേണം. നമ്മുടെ കുത്തരി വറുത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു കപ്പ് കുത്തരി നമ്മൾ വറുത്തിട്ട് നന്നായിട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ്. അതും കൂടെ ഈ മത്തങ്ങ കൂട്ടിലേക്ക് ചേർക്കണം. ഈ മത്തങ്ങയും ഈ വറുത്ത അരിപ്പൊടിയും തേങ്ങ, ശർക്കര, ജീരകം ഇത്രയും മാത്രം വെച്ചിട്ട് നമുക്ക് ഈ വഴന ഇലയോ അല്ലെങ്കിൽ വാഴ ഇലയിലോ നമുക്ക് അട പോലെ പുഴുങ്ങിയെടുത്ത് കുമ്പിളടയായിട്ടോ വല്ലതും പുഴുങ്ങിയെടുത്തും കഴിക്കാവുന്നതാണ്. ഇതിപ്പോൾ നമ്മൾ ഒരു വെറൈറ്റിക്ക് ഇങ്ങനെ ചെയ്യുവാണ്. അരിപ്പൊടിയുടെ കൊഴുക്കട്ടയാക്കിയിട്ട് അതിനകത്ത് ഈ കൂട്ട് ഫില്ല് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ഒരു കൊഴുക്കട്ടയാണ്. അപ്പം നമുക്ക് ഇതെല്ലാം ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് കാണാം. എടുത്തു വെച്ച മത്തങ്ങ നമ്മൾ നന്നായിട്ട് ഉടച്ചിട്ട് അതിലേക്ക് തേങ്ങ, ശർക്കര ചീകിയത്, അതുപോലെ ഏലക്കയും നല്ല ജീരകവും കൂടെ പൊടിച്ചതും വറുത്ത് പൊടിച്ച അരി, അത് കുത്തരി വറുത്ത് പൊടിച്ചതാണ്, അതും കൂടെ ചേർത്ത് ഇതേപോലെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൊഴുക്കട്ടയുടെ ഫില്ലിംഗ് ആക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ അത് തയ്യാറാക്കാൻ തുടങ്ങാം. അപ്പം നമ്മളിവിടെ ഒരു ഇഡലിക്കുട്ടകം സ്റ്റൗ കത്തിച്ച് വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കൊഴുക്കട്ടയാക്കിയിട്ട് അതിലേക്ക് ഓരോന്നും ഇട്ട് കൊടുക്കാം. എടുത്തു വെച്ച മാവിൽ നിന്ന് നമ്മൾ കുറച്ച് കുഴച്ച് വെച്ച അരിപ്പൊടി മാവ് എടുത്തിട്ട് നന്നായിട്ട് നമ്മളിതുപോലെ ഒന്ന് പരത്തുക. ചെറിയ കൊഴുക്കട്ടയ്ക്ക് തയ്യാറാക്കുന്ന പോലെ നടുക്കൊരു കുഴിയായിട്ട് ഫില്ലിങ് വെക്കാനുള്ള നടുക്കൊരു കുഴിയാക്കി ഇങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ട് നമുക്ക് എടുത്തു വെച്ച ഫില്ലിങ്ങിൽ നിന്നും കുറച്ച് ഒരു ഉരുളയാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളിത് മടക്കി കൊടുക്കുക. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് അകത്തേക്കാക്കി, നമ്മൾ കൊഴുക്കട്ട ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ, അതുപോലെ ആക്കി ഇതൊന്ന് ഇച്ചിരി വലുതായിപ്പോയി, ചെറുതാക്കി നമുക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ എടുത്തത് ഇച്ചിരി വലുതായിപ്പോയി. നന്നായിട്ട് ഇതിങ്ങനെ ആക്കുക. എന്നിട്ട് കയ്യിൽ വെച്ച് നല്ലവണ്ണം അതിനെ ഒരു ബോൾ ഷേപ്പിലാക്കിയെടുക്കാം. നമുക്ക് ഇച്ചിരി വലിയ കൊഴുക്കട്ടയായിപ്പോയി, ഇച്ചിരി കൂടെ ചെറുതാക്കി നമുക്ക് ഉണ്ടാക്കാം. അപ്പം ഇതുപോലെ ഒരു ബോളായിട്ട് കിട്ടും. ഇനി ഇത് നമ്മൾ ഇതായ ഇഡലിത്തട്ടിലേക്ക് ആവി പാത്രത്തിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചെണ്ണം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് കാണാം. കൊഴുക്കട്ടയെല്ലാം നമ്മൾ ഇഡലിത്തട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇച്ചിരി വലുതാക്കിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിലും ചെറുതാക്കി നമുക്കുണ്ടാക്കാം. ഒരു 10-12 കൊഴുക്കട്ടയുണ്ട്. അപ്പോൾ ഒരെണ്ണം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് നിറയും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകുതി മാവെടുത്തിട്ട് അങ്ങനെയാക്കി ചെറുതാക്കിയും ഉണ്ടാക്കാം. അപ്പോൾ ഇനി അതൊരു 10-15 മിനിറ്റ് ഒന്ന് ആവിയിൽ വേകണം. കാര്യം അരിപ്പൊടിയും തിളച്ച വെള്ളത്തിൽ നമ്മൾ കുഴച്ചത് കൊണ്ട് അത് ഒരു പകുതി വേവായിട്ടുണ്ട്. പിന്നെ
ബാക്കി സാധനങ്ങളും എല്ലാം നമ്മൾ വേവിച്ചൊക്കെ ചേർത്തിരിക്കുന്നതല്ലേ, അതുകൊണ്ട് പെട്ടെന്നാകും ഇത്. അപ്പം നമുക്കിനി വെന്ത് കഴിഞ്ഞ് ഒരു പാത്രത്തിലെടുത്തിട്ട് കാണാം. നമ്മുടെ കൊഴുക്കട്ട ഇവിടെ വെന്ത് കഴിഞ്ഞു. നമുക്കൊരു പാത്രത്തിലോട്ട് എടുത്തിട്ട് കാണാം. നമ്മുടെ ഹെൽത്തി കൊഴുക്കട്ട ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതാ എങ്ങനെയുണ്ട്, കാണാനൊക്കെ ഒരു ലുക്കില്ലേ. ഞാൻ ഒരെണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് മുറിച്ച് വെച്ചതാണ്. നമ്മൾ മുട്ട പുഴുങ്ങി മുറിച്ച് വെച്ചിരിക്കുന്ന പോലെ തോന്നും നമുക്ക്. അപ്പോൾ ഈ മത്തങ്ങയും അരി വറുത്ത് പൊടിച്ച ശർക്കര തേങ്ങയൊക്കെ ഇട്ട് അകത്ത് ഫില്ലിങ് വന്നേക്കുന്നതുകൊണ്ട് തന്നെ ഈ കൊഴുക്കട്ട കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്, അതുപോലെ തന്നെ ഗുണവും ഉണ്ട്. മത്തങ്ങയൊക്കെ കഴിക്കുന്നത് നല്ലതല്ലേ. അപ്പോൾ ഈ മത്തങ്ങ എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ചേച്ചി കൊണ്ട് തന്നതാണ്. പുള്ളിക്കാരിക്ക് ഇഷ്ടം പോലെ കൃഷിയുണ്ട്, അപ്പം അവിടെ നിന്ന് എനിക്ക് കൊണ്ട് തന്ന മത്തങ്ങയാണ്. അപ്പം നാടൻ മത്തങ്ങയാണ്, അതുകൊണ്ടാണ് നമ്മൾ ഈ പലഹാരം ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ കൊഴുക്കട്ട നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അടുത്തൊരു കുഞ്ഞു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്സ് ഫോർ വാച്ചിങ്. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.